അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക്കായിട്ട് തന്നെ റിയാക്ഷൻ ചെയ്യുന്ന കുറെ റിയാക്ഷൻ ഓളികൾക്ക് എല്ലാവർക്കും എതിരെ ഏത് അവനാണോ അവളാണോ ഇവർക്കെല്ലാം എതിരെ ഞാൻ കേസിന് പോവാണ്. എല്ലാം നല്ലതാവട്ടെ, എല്ലാം ജീവിക്കാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾ ഈ ചെയ്യണതും. എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് അവരുടെയൊക്കെ പോസ്റ്റ് പേഴ്സണലി കൊടുക്കുന്ന അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷന് മാത്രം ചെയ്യുന്ന പോസ്റ്റുകളും റീൽസുകളും സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് ചിരി വന്നിട്ട് വയ്യ. നിന്നെ കാണാൻ അടിപൊളിയാണല്ലോ, പക്ഷെ നിന്റെ വായിന്ന് എന്നെ പറ്റി ഇറങ്ങുന്ന നെഗറ്റീവ് ഒന്നും കേട്ടാ അടിപൊളി അല്ലല്ലോ. അതങ്ങനെ ചേച്ചി, കാണാൻ കൊള്ളാവുന്ന എല്ലാത്തിന്റെയും വായിന്ന് നല്ലതല്ല വരുന്നത്. ഇപ്പൊ ചേച്ചിയുടെ അവസ്ഥ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കേ. മുമ്പ് കാണാൻ കൊള്ളാതിരുന്നപ്പോഴത്തേക്കിന് അത്യാവശ്യം നല്ലതായിരുന്നു. ഇപ്പൊ ഇച്ചിരി കാണാൻ കൊള്ളാവുന്ന ആയപ്പോഴത്തേക്കിന് വായിരിക്കുന്നതോ എന്തൊക്കെയാ വരുന്നത്, എന്തൊക്കെയാ പറയുന്നത്, എന്തൊക്കെയാ പ്രവർത്തിക്കുന്നത് തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ. അതുകൊണ്ട് ആരെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളത് സ്വന്തം ജീവിതത്തിൽ തന്നെ തെളിഞ്ഞൊരു കാര്യമാണ്. പിന്നെ അതെടുത്ത് ബാക്കിയുള്ളവരുടെ ക്യാരക്ടറിലോട്ട് എടുത്ത് വെച്ചിട്ട് അവനെ അങ്ങനെ കാണിക്കുന്നത് ഇങ്ങനെ അങ്ങനെ കാണിക്കുന്നത് അത്ര വലിയ നല്ല കാര്യമൊന്നും അല്ല. സ്വന്തമായിട്ട് കണ്ടങ്ങ് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. എന്തായാലും ചേച്ചി പുതിയൊരു എക്സ്ക്ലൂസീവ് തുടങ്ങിയതും ആ തുടങ്ങിയതിന്റെ ഭാഗമായിട്ട് പല എക്സ്ക്ലൂസീവ് വീഡിയോസും എടുത്ത് പുറത്തു വിടുന്നുണ്ട്. പേഴ്സണലി അതുപോലുള്ള എക്സ്ക്ലൂസീവ് വീഡിയോ എടുത്ത് പുറത്തു വിടാൻ എനിക്കും ആഗ്രഹമില്ല. സംഭവം ഞാൻ കണ്ടു കേട്ടോ. തുണി മാറ്റുന്നു, എടുക്കുന്നു, പിടിക്കുന്നു, ഇതേപോലുള്ള കാര്യങ്ങൾ ആൾക്കാർ പറയുമ്പോഴത്തേക്കിന് അവരുടെ നെഞ്ചത്തോട്ട് ചെന്ന് കയറാനായിട്ട് നിങ്ങൾക്ക് എന്ത് അധികാരമാണ് ഉള്ളത്? നിങ്ങൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ ഒരുപാട് ആൾക്കാർ എക്സ്ക്ലൂസീവ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒന്നും വീഡിയോ ആരും എടുത്തുകൊണ്ട് വരാത്ത എന്താണെന്നുള്ളത്. അതുപോലുള്ള എക്സ്ക്ലൂസീവ് വീഡിയോ ചെയ്യുന്നവർക്കിടയിൽ വിഡോസ് കാണും. അവരവരുടെ ഭർത്താവിന്റെ പേര് പറഞ്ഞല്ല വീണ്ടും ജീവിക്കുന്നത്. ഞാൻ കുടുംബം പോറ്റാൻ വേണ്ടിയല്ല എക്സ്ക്ലൂസീവ് ചെയ്യുന്നെന്ന് പറയുന്നില്ല. ജീവിതത്തിൽ നടക്കുന്ന 99.999% കാര്യങ്ങൾക്ക് ജനങ്ങൾക്ക് മുന്നിലേക്കും ക്യാമറയ്ക്ക് മുന്നിലേക്കും വാദോരാതെ പറഞ്ഞടിച്ചവർ നടക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരു വ്യക്തി സ്വന്തമായിട്ട് നല്ലതാണ്, എന്റെ കയ്യിൽ മാങ്ങാണ്ടി ഇല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അത് കാണുന്ന ജനങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ മാങ്ങാണ്ടി ഉണ്ട് എന്ന് കണ്ടുമ്പോഴത്തേനും അതെടുത്ത് വെച്ച് പറയും. അതിനെതിരെ പിന്നെ ഇതുപോലുള്ള പരിപാടികളും കേസ് വഴക്ക് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്കെതിരെ വീഡിയോസ് ഒക്കെ ആയിട്ട് പോകേണ്ട വലിയ കാര്യമുണ്ട്. ആരും റിയാക്ട് ചെയ്യരുത്, ഇതുപോലത്തെ ആരും മിണ്ടാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളേതായ ജീവിത ശൈലിയിൽ നടത്തേണ്ട കുറച്ചധികം അച്ചടക്കങ്ങളുണ്ട്. ആ അച്ചടക്കങ്ങൾ അങ്ങോട്ട് പാലിച്ചു കഴിഞ്ഞാൽ ഒരുത്തന്നെ നിങ്ങളുടെ എക്സ്ക്ലൂസീവ് വീഡിയോ എടുത്ത് പുറത്തു കൊണ്ടുവരത്തില്ല. പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് അച്ചടക്കം പാലിച്ചിട്ട് നിങ്ങളുടേതായ രീതിയിൽ നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ ഫീൽഡിൽ നിന്ന് ഔട്ടായി പോവുകയും ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് ഏതോ കിങ്ങിണിയോ മങ്ങിണിയോ ചൊങ്ങിണിയോ എന്നൊക്കെ പറയുന്ന ഏതോ ഒരു റെസ്റ്റോ ബാറൊക്കെ ഉദ്ഘാടനത്തിന് കിട്ടിയില്ലേ, അത് ഇതുപോലെ നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഇതുപോലെ നിന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കിങ്ങിണിയോ മങ്ങിണിയോ ചങ്ങിണിയോ പൊങ്ങിണിയോ ആരും ഇനാഗ്രേഷന് വിളിക്കത്തില്ല. ഒരു പരിപാടി നിങ്ങൾക്ക് നടക്കത്തില്ല. നിങ്ങൾ പയ്യെ 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 ഫീൽഡ് ഔട്ടായി ഏതെങ്കിലുമൊക്കെ ഒരു ചെറിയ ഇനാഗ്രേഷനും അല്ലെങ്കിൽ ചെറിയ മാടക്കട ഉദ്ഘാടനം, മുറുകാൻകട ഉദ്ഘാടനം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടിയിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകും. അപ്പം പിന്നെ കുറച്ചധികം കാര്യങ്ങളിൽ ഒരു മാറ്റം കൊണ്ടുവരുന്ന വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഇനി ചേച്ചിക്ക് പറയാനുള്ള 2-3 വീഡിയോസ് ഉണ്ട് കേട്ടോ. ഇത് അത്ഭുതകരമായിട്ടുള്ള വീഡിയോസ് എന്നേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. ഹായ്, നമസ്കാരം. രേണുസുതിയാണ്. ഞാൻ വന്നത് വേറൊന്നുമല്ല. നിങ്ങൾക്കറിയാം, ഞാൻ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ ആയിട്ടുണ്ട്. ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരൊക്കെ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ അറിവ് വെച്ചിട്ട് 150 രൂപ വെച്ച് 900 പേരെങ്ങാണ്ടൊക്കെ ആയിട്ടുണ്ട്. എവിടെ കൊണ്ട് വെക്കും ഈ പൈസയൊക്കെ? സബ്സ്ക്രിപ്ഷൻ കേട്ടപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ള, നിങ്ങളുടെ വീട്ടിൽ ഭർത്താക്കന്മാരും പിള്ളേരൊന്നും എടുക്കത്തില്ല, അത് വേറെ കാര്യം, ഭർത്താക്കന്മാരുണ്ട് എന്നുണ്ടെങ്കിൽ പയ്യെ അവരുടെ ഫോൺ എടുത്തിട്ട് രേണുസുതിയുടെ എക്സ്ക്ലൂസീവ് എടുത്തിട്ടുണ്ടോ എന്ന് നോക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കയറി അതിനകത്തൂടെ കാണാം രേണുസുതിയുടെ പുതിയ എക്സ്ക്ലൂസീവ് വീഡിയോസ്. ആ എക്സ്ക്ലൂസീവ് വീഡിയോസിനകത്ത് പല തുണികളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കല്ല്. കാരണം കുടുംബത്തെ പോറ്റാനായിട്ട് ഒരു വിധവ കിടന്ന് കഷ്ടപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും, വേറെ ഒന്നുമില്ല. എന്താ പറയാ, എന്നെ പോലെ തന്നെ, അതായത് മിക്ക വലിയ ആർട്ടിസ്റ്റുകളും സെലിബ്രിറ്റികളും സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ, നിങ്ങൾക്കറിയാം. സോ അവരുടെ നീ എക്സ്ക്ലൂസീവ് എന്നൊക്കെ ശരി തന്നെ, നീ അതും എടുത്തിട്ട് ദീപിക പടുകൊണ്ടുമായിട്ടൊന്നും കമ്പയർ ചെയ്യാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ലെവലിലുള്ള നിങ്ങളുടെ യൂണിവേഴ്സിലുള്ള ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യും. മറ്റേ ഡാൻസ് കളിക്കുന്ന പമ്പ ആയാലും ശരി, അപ്പുറത്തുള്ള ബ്രഹ്മപുത്രയാണെങ്കിലും ശരി, അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യും. അല്ലാതെ ഇവിടുന്ന് അങ്ങ് നേടി സിന്ധു നദീതീര സംസ്കാരത്തിലേക്കൊക്കെ പോകാതെ ചെറിയ കാര്യങ്ങൾ പിടിച്ചിട്ട് നമുക്ക് വലുതിലോട്ട് കയറാം. സബ്സ്ക്രിപ്ഷനിൽ ചെന്നിട്ട് റിയാക്ഷൻ വീഡിയോ പറയുന്നവന്മാര് ചെന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അവരുടെയൊക്കെ പോസ്റ്റ് പേഴ്സണലി കൊടുക്കുന്ന അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷന് മാത്രം ചെയ്യുന്ന പോസ്റ്റുകളും റീൽസുകളും സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വളരെ ഗതികെട്ടൊരവസ്ഥയായിരിക്കും അത്. രേണുവിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വളരെ ഗതികെട്ടൊരവസ്ഥയാ. എങ്ങനെങ്കിലും കുടുംബത്തെ പോറ്റാനായിട്ട് കഷ്ടപ്പെടുന്ന ഒരു രേണു സുതിയെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അയ്യോ കഷ്ട. ഇത് എന്താണ് ഇവർ എന്നോട് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല.
നിങ്ങൾക്ക് ഇനിയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യമായിട്ടും ഞാൻ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. കാരണം മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടി തന്നതാണിത് സബ്സ്ക്രിപ്ഷൻ. മനസ്സിലായോ? സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നവർക്ക്, അതായത് സബ്സ്ക്രൈബേഴ്സിന് മാത്രം. എന്തുവാടാ കാണിക്കുന്നത്? ചേച്ചിയുടെ എക്സ്ക്ലൂസീവ് വീഡിയോ ഒക്കെ എടുത്ത് പുറത്തുവിടാ. ചേച്ചി പൈസക്ക് വിൽക്കുന്ന സാധനമല്ല, അതെടുത്ത് അങ്ങനെ പുറത്തുവിടുന്നത് ശരിയാണോടാ? ചുമ്മാതെ ചേച്ചി എങ്ങനെയും കഷ്ടപ്പെട്ട് പൈസക്ക് എങ്ങനെയെങ്കിലും ഒക്കെ പണ്ടത്തെ സംസ്കാരത്തിലേക്ക് ഇറങ്ങിയ മറ്റേ മറച്ചുകൂടായി കപ്പം കൊടുക്കുന്ന ആ ഒരു രീതിയിലൊക്കെ ചേച്ചി എങ്ങനെയെങ്കിലും എക്സ്ക്ലൂസീവ് അടിച്ച് ഇറങ്ങി വന്നയാ. അതിൻ്റെ ഇടയിൽ നിന്നിട്ട് ആ സാധനം എടുത്ത് പുറത്തുവിടുക. കഷ്ടം. ചേച്ചിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കെ. അവിടെ 150 രൂപ പേടിന് ആൾക്കാർ കാണുന്ന സാധനം ബാക്കിയുള്ള ഒരു പൈസ പോലും കൊടുക്കാതെ കാണുന്നത് ചേച്ചിക്ക് ഇച്ചിരി ദണ്ണം കാണും. ചേച്ചി പൈസക്ക് വിറ്റോണ്ടിരിക്കും അവിടെ ചുമ്മാതെ. ഇടേണ്ട പോസ്റ്റ് അത് നീ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നീ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് ആക്കുന്നു. നിനക്കൊക്കെ എന്തുവാടാ? നിനക്കൊക്കെ കണ്ടന്റിന് വേണ്ടിയിട്ടാണോ? എന്നും അല്ലാതെ തന്നെ എനിക്ക് ഒരുപാട് കണ്ടന്റ് ഞാൻ നിനക്കൊക്കെ തരുന്നില്ലേ? അതെടുക്കാൻ വരെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന എന്താ പറയാ, അവർക്ക് വേണ്ടി മാത്രം എടുത്ത പോസ്റ്റുകളും മിക്ക സെലിബ്രിറ്റികളും ഇങ്ങനെ ചെയ്യുന്നത്. നീ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് ചോർന്നു പോയതിന്റെ ഒരു മനോവിഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് 100 കോടി രൂപ ബഡ്ജറ്റ് ഇട്ടിട്ട് നിങ്ങൾ ഒരു ഹെവി സിനിമ എടുത്തിട്ട് രണ്ടാമത്തെ ദിവസം അതിന്റെ DVD പ്രിന്റ് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഉണ്ടാവുന്ന ഒരു വിഷമമുണ്ടല്ലോ. അതാണ് രേണു സുധിയുടെ മാനസികമായിട്ടുള്ള ഈ വീഡിയോയിലൂടെ ഇപ്പൊ പുറത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് റിയൽ ആയിട്ട് വരുന്ന വീഡിയോ. 150 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന വീഡിയോ നീയൊക്കെ ഫ്രീ ആയിട്ട് കാണുന്നത്. വലിയ വലിയ സെലിബ്രിറ്റികൾ ചെയ്യുന്നുണ്ടല്ലോ സബ്സ്ക്രിപ്ഷൻ. അവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷനിൽ കയറി നീയൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് പബ്ലിക് ആക്കി. പിന്നെ ഏട്ടായി വലിയ വലിയ സെലിബ്രിറ്റീസ് അവിടെ നിൽക്കട്ടെ. അവര് വിധവയായവര് കാണും, ആകാത്തവര് കാണും, കല്യാണം കഴിക്കാത്തവര് കാണും, കുടുംബമായിട്ട് ജീവിക്കുന്നവര് കാണും. ഇവരെല്ലാം അതിനുവേണ്ടി വീഡിയോ ചെയ്യുന്നവരാ. അല്ലാതെ അവര് അവിടെ വീഡിയോ ചെയ്തിട്ട് ഇപ്പുറം വന്നിട്ട് എല്ലാം സൂചിച്ചിട്ടിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരുടെ പേര് പറഞ്ഞിട്ട് എല്ലാം ഇന്ന പുള്ളിക്ക് വേണ്ടി, അല്ലെങ്കിൽ എല്ലാം ഞാൻ കെട്ടാൻ പോകുന്ന ചെറുക്കന് വേണ്ടി, എല്ലാം എൻ്റെ അയൽവാസിയിലെ ദാമോണ്ണന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാ. അങ്ങനെയൊന്നും പറയുന്നില്ല. ജീവിതത്തിന്റെ 99.9999% എടുത്ത് പുറത്ത് കാണിച്ച് ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ട് ചർച്ചയാക്കി വീട്, കൂട്, നാട്, ശവക്കല്ലറ, മരിച്ചുപോയ ഭർത്താവ്, മക്കളുടെ മക്കള്, മുത്തി, ഇവരെല്ലാം ചർച്ചാ വിഷയമായിട്ട് എന്റെ 150 രൂപയുടെ എക്സ്ക്ലൂസീവ് വീഡിയോ ആരും പുറത്ത് വിടരുത്. വിട്ടുകഴിഞ്ഞ് ഞാൻ കേസ് എടുക്കും. നാണമില്ലേ രേണു സുധി ഇതുപോലൊക്കെ കിടന്ന് പറയാനായിട്ട്? അപ്പൊ വിവരം അറിയാം. അപ്പൊ ഈ എന്റെ മെക്കെട്ട് കയറാനേ നിനക്കൊക്കെ അറിയത്തുള്ളൂ. എന്റെ സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് അത് സ്ക്രീൻഷോട്ട് എടുക്കുക, പബ്ലിക് ആക്കുക. നാണം ഉണ്ടോടാ നിനക്കൊക്കെ? നാണം ഉണ്ടോ? ഞാനൊരു കേസ് ഫയൽ ചെയ്യാൻ അങ്ങ് തീരുമാനിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെറ്റ എന്ന പ്ലാറ്റ്ഫോം. എനിക്കും അതേ അവസരത്തിൽ ചോദിക്കാനുള്ളൂ. ഇതുപോലെ കുടുംബത്തിന് വേണ്ടി, മരിച്ചുപോയ ഭർത്താവിന് വേണ്ടി, പിള്ളേറിന് വേണ്ടി എന്നൊക്കെ കിടന്ന് വാദോരാതെ നിലവിളിച്ചിട്ട് എല്ലാം വിധവകളായ സ്ത്രീകൾക്ക് ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ ബിഗ് ബോസ് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പോയി എക്സ്ക്ലൂസീവ് വീഡിയോ കാണിച്ചിട്ട് ഇങ്ങനെ തുണിമാറ്റി കളിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നാണമുണ്ടോ? ഉളുപ്പുണ്ടോ? നാണവും മാനവും ഉണ്ടോ? എനിക്കും കൂടെ തന്നതാണ്. മനസ്സിലായോ? മിക്ക സെലിബ്രിറ്റീസിനും കൊടുത്ത പോലെ ഇതാണ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. മെറ്റാന്നൊരു പ്ലാറ്റ്ഫോം. നാളെ തന്നെ മാർക്ക് സുക്കർബർഗിന് ഒരു മെസ്സേജ് അയക്കണം. നിങ്ങൾ ഇമ്മാതിരി പരിപാടി പ്രോത്സാഹിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ മെറ്റയ്ക്കെതിരെ ഞങ്ങൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സ്ട്രൈക്ക് പ്രഖ്യാപിക്കുകയാണ്. നാളെ ഇവിടെ പന്തം കൊളുത്തി പട നടത്താൻ പോവാ. തന്നെയാണ് ആ ഒരു പ്ലാറ്റ്ഫോം. ഞാനും കൂടെ എന്താ പറയാ, സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രം കാണാനാണ്. അത് നീ പേഴ്സണൽ അതിനകത്ത് വന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക, പബ്ലിക് ആയിട്ട് കാണും. നീ സ്ക്രീൻഷോട്ട് എടുത്ത് നിന്റെ ഫോണിൽ വെച്ചോ. നീ എന്തിനാ പബ്ലിക് ആക്കുന്നത്? ഈ മെറ്റയ്ക്കകത്തൊന്നും അല്ല കരവടച്ച് രസീത് വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? അത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ഇത് പുറമ്പോക്കല്ല, ഇത് സർക്കാർ വകയാണെന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്ക് എഴുതിയെടുക്കാൻ വല്ല വകുപ്പുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെങ്കിലും ചെയ്യാമായിരുന്നു. ഞാനും ഇടാം 10 രൂപ ഇതിന് വേണ്ടിയിട്ട്. 10 രൂപ കൂടുതൽ ഈ ഒരു കാര്യത്തിന് ചെലവാക്കാൻ പറ്റത്തില്ല. വെറും 10 രൂപ, 10 രൂപ, 10,000 അല്ല കേട്ടോ. അത്രയൊന്നും ഡിമാൻഡ് ചെയ്യുന്ന കാര്യമൊന്നുമില്ല ഇതിനകത്ത്. 150 രൂപയുടെ വീഡിയോയിലടാ വിറ്റോണ്ടിരിക്കുന്നേ. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നല്ലേ? നിന്റെ വീട്ടിലെ കാശ് കൊണ്ടൊന്നും അല്ലല്ലോ ഇത് ചെയ്യുന്നത്. ഇത് മെറ്റ പ്ലാറ്റ്ഫോം എനിക്ക് തന്നതല്ലേ. ഞാൻ നോക്കട്ടെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോന്ന്, ഈ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറ്റുമോന്ന് ഞാൻ നോക്കട്ടെ. വേറെ വല്ല സെലിബ്രിറ്റികളുടെ നീക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിയാൽ വിവരം അറിയും നീയൊക്കെ. മനസ്സിലായോ? ചേച്ചി പിന്നെ മാനനഷ്ടത്തിനൊക്കെ കേസ് കൊടുക്കാൻ പോകുമ്പോഴത്തേന് ആ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നും കൂടെ ഒക്കെ ആലോചിച്ചിട്ട് കേസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ കാണുന്നവർക്ക് ഒരു ഇത് ഉണ്ടാവുക. അല്ലെങ്കിൽ പിന്നെ ഇവിടെ അങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കേസ് കൊടുക്കാനായിട്ട് നിനക്ക് ഉളുപ്പുണ്ടോന്ന് കാണുന്നവർ ചോദിക്കത്തില്ലേ? ഇപ്പൊ ഞാൻ ചോദിച്ചല്ല, കാണുന്ന ആൾക്കാർ ഇങ്ങനെ ചോദിക്കാനായിട്ട് ബൈ ചാൻസ് വളരെ കൂടുതലല്ല. അത്രേ ഉള്ളു. എന്തായാലും കൊള്ളാം. ചേച്ചിയുടെ അടുത്ത വർക്ക് നോക്കാം നമുക്ക്. പുതിയ പരിപാടി വന്നിട്ടുണ്ട്. അത് കൂടാൻ അതുലേ നീ സബ്സ്ക്രൈബ് ചെയ്തല്ലേ എടാ കൊച്ചു കള്ള. നീ എന്നാണോ സബ്സ്ക്രൈബ് ചെയ്തത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമല്ല. ഇത് കാണേണ്ട ആവശ്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാസം നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരുത്തര് 150 രൂപ കൊടുത്തിട്ട് ഇത് കാണേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നാണ് എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, മാത്രം പെയ്ഡ് സബ്സ്ക്രിപ്ഷന് കയറി അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് ആയിട്ട് തന്നെ റിയാക്ഷൻ ചെയ്യുന്ന കുറെ റിയാക്ഷൻ ഓളികൾക്ക് എല്ലാവർക്കും എതിരെ
ഏത് അവനാണോ അവളാണോ ഇവർക്കെല്ലാം എതിരെ ഞാൻ കേസിന് പോവാണ്. ഞാൻ ഇപ്പൊ തന്നെ കേസിന് പോകണം. ആർക്കാണ് നഷ്ടപരിഹാരം നടത്തേണ്ടത്, തരേണ്ടത്. ആരുടെ വീഡിയോ എടുത്ത് പുറത്തുവിട്ടത്? ചേച്ചി ഇതാ ഇപ്പൊ കേസിന് പോകാനായിട്ട് ഇറങ്ങാൻ പോവാണ്. അവിടെ ഓട്ടോ വിളിച്ച് വെളിയിൽ നിർത്തി, അല്ല ഓട്ടോ അല്ല, പുതിയ കാറുണ്ടല്ലോ, കാറെടുത്ത് വെളിയിൽ ഇപ്പോൾ ഉണ്ട്. എപ്പോഴാന്ന് വെച്ചാൽ നോക്കിക്കോ. അല്ല ഇപ്പൊ ചേച്ചി ഇപ്പൊ പോയല്ലോ, മറ്റേ റാസൽ കൈമയിലേക്ക് പോയല്ലോ. ഇനിയിപ്പോ എങ്ങനെ എന്ത് ചെയ്യും? റാസൽ കൈമ പോയിട്ട് വന്നിട്ടായിരിക്കും അവിടുന്ന് കുറെ എക്സ്ക്ലൂസീവ് അടിച്ചു വിടും. പുറത്തുള്ള എക്സ്ക്ലൂസീവ് വലിയ എക്സ്ക്ലൂസീവ് ആയിരിക്കും കേട്ടോ. 150 രൂപയുടെ മുട്ട എക്സ്ക്ലൂസീവ്. അത് കോടതി തീരുമാനിച്ചോളും. മനസ്സിലായി? ഏതെങ്കിലും സെലിബ്രിറ്റിയുടെ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് ഈ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് ആക്കുന്ന ഏതെങ്കിലും ഉണ്ടോ? എന്റെ അല്ലാതെ. അപ്പൊ എന്നോട് മാത്രമാണ് ഇവർക്ക് കടി. ഞാൻ തീർത്ത് കൊടുക്കാം. കാരണം സബ്സ്ക്രിപ്ഷൻ ചെയ്ത ഏതെങ്കിലും സെലിബ്രിറ്റി സ്വന്തമായിട്ട് അങ്ങ് പുകഴ്ത്താതെ സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളത്. ഒരു മരണം, അതിന്റെ പുറത്തോട്ടൊരു ലോട്ടറി, അതാണ് രേണുസുതി. ഇനി അതിനെടുത്തു അങ്ങ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ദീപിക പടുക്കോണായിട്ടും ഐശ്വര്യ റായി ആയിട്ടും സുസ്മിത സെന്നായിട്ടും അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാതെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ചെറിയ കൊല്ലന്തോടോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഉള്ള അഷ്ടമുടി കായലോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യേ. നിങ്ങൾ അങ്ങ് പോകാതെ, മുകളിലേക്ക് കയറാതെ പയ്യെ പയ്യെ കയറാം. മണ്ടന്മാരാകത്തില്ലേ അപ്പം? നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ ഇപ്പൊ തന്നെ സബ്സ്ക്രിപ്ഷൻ ചെയ്തവന്മാര് മണ്ടന്മാരല്ല. സബ്സ്ക്രിപ്ഷൻസിന് വേണ്ടിയിട്ട് വീഡിയോ ഇട്ട് കൊടുത്തിട്ട് ഇത് പൈസ ഒന്നും കാണാതെ ജനങ്ങൾ കാണുമ്പോഴത്തേന് ഈ ഇട്ട് കൊടുത്തിട്ട് രേണുസുതിയാണ് ഇതിനകത്തൊരു മണ്ടി ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഓൾറെഡി നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ആണുങ്ങളോ പെണ്ണുങ്ങളോ ആ എടുത്തിരിക്കുന്നവരെല്ലാം മണ്ടന്മാരല്ല. അത് വേറൊരു കാര്യം, ആ മണ്ടന്മാരായിട്ട് എടുത്തിട്ടുമുണ്ട്. പിന്നെ കുറച്ചധികം ആൾക്കാർ രേണുസുതി എന്ത് കഴപ്പണം കേടാണ് അതിനകത്ത് കാണിക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരും കൂടെ കുറച്ച് കാണും. അല്ലാതെ ഈ എക്സ്ക്ലൂസീവ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് എക്സ്ക്ലൂസീവ് വീഡിയോസ് ഏതെല്ലാം സൈറ്റുകളിലുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ എന്തിന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതുമായിട്ടുള്ള നിങ്ങളുടെ ഒരു ആത്മബന്ധം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. 10,900 പേരെങ്ങാണ്ടായിട്ടുണ്ട്. ഏകദേശം 1 ലക്ഷം രൂപയെ പുറത്ത് ചേച്ചിക്ക് ഇനി മാസം വരുമാനം ഇൻസ്റ്റഗ്രാമിൽ നിന്നും ഇതിനകത്ത് മാത്രം വരുന്നതായിട്ടാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അയ്യോ, വലിയ അത്ഭുതകരമായ നേട്ടത്തിലേക്കാണ് രേണുസുതി ഈ ഒരു അവസ്ഥയിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് ഒരിക്കലും നമുക്ക് മറച്ചു വെക്കാനോ പിടിച്ചു വെക്കാനോ കഴിയുന്ന ഒരു കാര്യമേ അല്ല. അടുത്തത് എന്താണെന്നറിയത്തില്ല. ഞാൻ അവരെ കുറച്ച് എനിക്ക് നെഗറ്റീവ്, അവരുടെ പേരൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കുറച്ച് റിയാക്ഷനോളുകളുണ്ടല്ലോ എനിക്ക് നെഗറ്റീവ് അടിക്കുന്ന കുറെ കണ്ടന്റോളുകൾ. ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ പിന്നെ അവന്മാർക്കും അവളുമാർക്കും എല്ലാം ചേച്ചിക്കെതിരെ വീഡിയോ ചെയ്യുന്നവരെല്ലാം കണ്ടന്റോളികൾക്ക് കണ്ടന്റ് ഇട്ട് കൊടുക്കുന്ന ചേച്ചി ഏത് തരത്തിലുള്ള ഓളിയായിരിക്കും? തത്തമ്മ ഓളി അങ്ങനെയാണോ? ആദ്യമാണ് എന്താണ് എനിക്കൊന്ന് ചാരപ്രവൃത്തി ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവന്മാര് തന്നെ സബ്സ്ക്രിപ്ഷൻ ചെയ്തായിരിക്കും. എന്തായാലും ഞാനിടുന്ന പോസ്റ്റൊക്കെ അവന്മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഒത്തിരി താങ്ക്സ്. എനിക്ക് വേണ്ടി പ്രമോഷൻ ചെയ്യുന്നതിന് ഒരുപാട് താങ്ക് യു സോ മച്ച്. നെഗറ്റീവ് പറയുന്ന കുറച്ച് പേര്, നെഗറ്റീവ് റിയാക്ഷൻ ചെയ്യുന്ന കുറച്ച് പേര്, വ്ളോഗേഴ്സ്, താങ്ക് യു സോ മച്ച്. എനിവേ ഞാൻ എങ്ങനെയാണ് ജീവിച്ചു പോട്ടടാ. നിന്റെയൊക്കെ വീട്ടിൽ വന്ന് ഇറക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നീയൊക്കെ നിന്റെ കാര്യം നോക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ പോലും നടക്കത്തില്ല. അവന്മാർക്ക് എന്റെ കണ്ടന്റ് കിട്ടിക്കൊണ്ടിരിക്കണം. സോ അതാണ് അവരുടെ ഉപജീവന മാർഗം. എനിവേ എന്റെ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണോ എന്ന് അറിയത്തില്ല. ഇനി ചാരപ്രവൃത്തി നടക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഞാനിടുന്ന പോസ്റ്റിൽ അവന്മാർക്ക് കിട്ടുന്നുണ്ട്. എനിവേ എനിക്ക് താങ്ക് യു സോ മച്ച് ഫോർ ഫ്രീ പ്രമോഷൻ. താങ്ക് യു സോ മച്ച്. അയ്യേ രേണുസുതി, നീ ഈ വാങ്ങണ്ടല്ലേ ചോറ് കഴിക്കുന്നതും കള്ളത്തരം പറയുന്നതും നല്ല കാര്യങ്ങൾ പറയുന്നതും സത്യം പറയുന്നതും. കുറച്ച് മുമ്പേ പറഞ്ഞ് നിങ്ങളൊക്കെ എടുത്ത് പ്രൊമോഷൻ ചെയ്ത് നിന്നെയൊക്കെ എടുത്ത് കേസ് ഉണ്ടാക്കും. അടുത്ത വീഡിയോക്കകത്ത് വന്നിട്ട് പറയുന്നത് അയ്യോ സൂപ്പർ കേട്ടോ, നിങ്ങൾ എനിക്ക് വേണ്ടി നല്ലൊരു പ്രൊമോഷനകത്ത് ചെയ്തു തരുന്നതെന്ന്. ഈ സ്വന്തമായിട്ടൊരു നിലപാടില്ലായ്മ എന്നുള്ളത് ബ്ലഡ് വഴി വന്നതാണോ അതോ സ്വന്തമായിട്ട് ഉണ്ടായതാണോ? ഒന്ന് വ്യക്തമാക്കി തരാമോ? ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക. കുറേ അധികം ജനങ്ങൾ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് നെഗറ്റീവ് ആണെന്നുള്ളത് കാണുന്ന നിങ്ങൾക്കും പറയുന്ന ഞങ്ങൾക്കും കേൾക്കുന്ന നിങ്ങൾക്കും മനസ്സിലാവും. എന്നിരുന്നാലും അതിനകത്തോട്ടൊരു ആത്മബന്ധവും ആത്മസുഖവും രേണുസുതി കണ്ടെത്തുന്നുണ്ട്. ഈ രേണുസുതിയുടെ ആനന്ദം കാണുമ്പോഴത്തേന് വീഡിയോ ചെയ്യുന്നവർക്ക് വീണ്ടും ആനന്ദം വരുന്നുണ്ട്, വീണ്ടും ചെയ്യാനായിട്ട് പാടുന്നുണ്ട്. ഈ കാണുന്നവർക്കാണെങ്കിൽ രേണുസുതിയെ 10 പറയുമ്പോഴത്തേന് അവർക്കും എന്തോ ഒരു 2 അമിട്ടവരെ വീണ്ടും മേളിൽ പൊട്ടിച്ചൊരു സന്തോഷമായിരിക്കും വരുന്നത്. അപ്പൊ ഇതുപോലെ ആത്മനിർവൃതി അണഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കൂടെ രേണുസുതി കേസ് കൊടുക്കുന്നു പറഞ്ഞ് വേറൊരു സംഭവം പറയേണ്ട കാര്യം എന്തുവാ എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനകത്തൂടെ രേണുസുതി അങ്ങനെ പറയുമ്പോഴത്തേക്കിന് ഏത് തരത്തിലുള്ള നിലപാടാണ് വരുന്നത്? ഈ ഇരുന്നിരുന്നിരുന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അത് ചൂടായിപ്പോയി. നിങ്ങൾ തന്നെ കണ്ടില്ല, ഈ കാലാവസ്ഥ പോലും രേണുസുതിയുടെ വീഡിയോ മര്യാദയ്ക്ക് ചെയ്യാനായിട്ട് അനുവദിക്കുന്നില്ല. അത്രയധികം ബുദ്ധിമുട്ടാണ് രേണുസുതിയുടെ പറഞ്ഞൊരു കോണ്ടന്റുമായിട്ട് ജനങ്ങൾ നേരിടുന്നതും കാണുന്നവർ നേരിടുന്നതും രേണുസുതി തന്നെ നേരിടുന്നതും. ഏതെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു നിലപാടിനകത്ത് ഉറച്ചു നിൽക്കും. അതിനുശേഷം നമുക്ക് കേസും വഴക്കും സാധനങ്ങളും എക്സ്ക്ലൂസീവ് വീഡിയോസും 150 രൂപയുടെ പെയ്ഡൊക്കെ ആയിട്ട് പുറത്തോട്ട് വരാം. അപ്പം ശരിയാണ്.